അപ്പോൾ ഇത് കഴുകാൻ വേണ്ടിയിട്ട് മാത്രമാണോ അത്? ഓ അത് ശരി. ഇതെന്തിനാണ് ഇല കഴുകിയത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല. ആ നമ്മുടെ ചക്ക. ഓക്കെ. നമ്മള് ഇവിടെ അങ്ങ് ഇടുകയാണ്. ഓ ആ നമ്മൾ സെറ്റ് ഇട്ടു. ഇനിയിപ്പോ നമ്മുടെ പരിപാടി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ഇവിടെ എത്തി. റെഡിയായി. നമ്മുടെ കുട്ടികൾ റെഡി. ചക്കയൊക്കെ ഒരു 6 മണിക്കുള്ളിൽ കഴിച്ചു തീർത്തേക്കണം. ഓ ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ പൊതുവെ പണ്ടുള്ളവരൊക്കെ പറയാലേ ചക്ക ഭയങ്കര ഇതാണ്, ഗ്യാസിന്റെ ഗ്യാസ് ഫോമാവും പറയാറുണ്ട്. അപ്പം നമ്മള് മുതിർന്നവര് പറയുന്നതൊക്കെ കുറച്ചൊക്കെ ഒന്ന് അനുസരിച്ചാൽ നന്നായിരിക്കും. കാരണം അവര് പറയുന്നത് കറക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്നാന്നറിയോ, ഒരു 6 മണിക്കുള്ളിൽ സംഭവം തീർത്തേക്കണം. ഇത് കറി വന്നില്ലല്ലോ. കറി വന്നല്ലോ, ഇതാ ഇപ്പൊ വരും. ആ ഓക്കെ ഓക്കെ. ഇതാണ് നമ്മുടെ നങ്ക്. നങ്ക് പെറുക്കാൻ ഞാൻ പറഞ്ഞ പോലെ 6 വാച്ച് ഇറങ്ങേണ്ടി വരും ഇങ്ങനെ. ശരി ഓക്കെ. ഇത് നമുക്ക് ഇഷ്ടമല്ലാത്തവർക്ക് ഇത് നമ്മുടെ ഈ സ്റ്റാർ ഫ്രൂട്ട്സ് ഇല്ലേ, സ്റ്റാർ ഫ്രൂട്ട്സിന്റെ അച്ചാറാണ്. ഓ ശരി. സാധാരണ ആരും അങ്ങനെ ചെയ്യാറില്ല. നമ്മള് പിന്നെ ഇത് കണ്ടോ, സ്റ്റാർ ഫ്രൂട്ട്സിന്റെ അച്ചാറാണ്. ഇത് ഉണക്കിയതാണ്, അരിഞ്ഞുണങ്ങുക. അരിഞ്ഞുണങ്ങിയിട്ടുണ്ടാക്കിയ അച്ചാറാണ്. നല്ല ടേസ്റ്റ് അല്ലേ? കൂടെ കഴിക്കുമ്പോ വേറൊരു ലെവലാണ്. അത് ശരി. അപ്പൊ വേറെ ലെവലാ. അപ്പൊ ഞാൻ ചക്ക ഓ ചക്ക സെറ്റാ. ഇത് നമ്മുടെ വേറൊരു ശൈലിയാണ്. ഇത് 3ആയിട്ട് എന്തിനാ വെക്കുന്നത് നിങ്ങൾ ഓർക്കും? അതെ അതെ, എനിക്ക് സംശയം. 3 പേര് ഒറ്റ ഇലയിൽ കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക സന്തോഷമായി. അത് ശരി. ടേസ്റ്റ് ചെയ്യാം ആദ്യം. എങ്ങനുണ്ട്? ഞാൻ തന്നെ ഉണ്ടാക്കിയത്, ഞാൻ തന്നെ നല്ലതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. അപ്പൊ നമ്മൾ കഴിച്ചിട്ട് അഭിപ്രായം പറയാം. നിങ്ങളാണ് അഭിപ്രായം പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് കണ്ടോണ്ട് വീഡിയോ കട്ട് ചെയ്തിട്ട് ഓടി വരണം നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. വേറെ കാര്യങ്ങൾ പറയാം. അതിൽ ചെറിയൊരു മധുരം ഉണ്ടായിരുന്നു. ആ മധുരവും കൂടെ ഉള്ളതുകൊണ്ട് എരിവും മധുരവും കൂടെ വേറെ ലെവൽ. നമ്മുടെ മറ്റേ എന്താണ് ഇതിന്റെ കൂടെ നമ്മള് ഈ സ്റ്റാർ ഫ്രൂട്ട്സിന്റെ അച്ചാർ ഒരു ശകലം ഇങ്ങനെ എടുത്തിട്ട് അതൊരു ശകലം അതും കൂടെ ഇത് വെച്ചു. ഇത് തിന്നാ ഇങ്ങനെ തിന്നുകൊണ്ടേയിരിക്കും, കഴിച്ചോണ്ടേയിരിക്കും. ഇനി ഇതിന്റെ കൂടെ ഒരു കട്ടനും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാ. കൈ മറിക്കുന്നുണ്ട് ക്യാമറ. ഇല്ല കട്ടൻ കാപ്പിയും കൂടെ ഇപ്പൊ സെറ്റാണ്. കട്ടൻ കാപ്പിയും കൂടെ ആണെങ്കിൽ പിന്നെ ലെവല് വേറെയാണ്. അടിപൊളി സാധനമായിരിക്കും. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾ പറയാം ഞാൻ ഉണ്ടാക്കിയോണ്ട് ഞാൻ ഇഷ്ടമെന്ന് നിങ്ങൾ കഴിച്ചിട്ട് പറയാം. ഓക്കെ ഓക്കെ.
ഇതെന്താണ് രാവിലെ പരിപാടി എന്താ? ഇത് നമ്മള് കുഴക്കട്ടെന്ന് പറയും. നല്ല ആവി പറക്കുന്നല്ലോ. ആ കുഴക്കട്ടെന്ന് പറയും. സൂപ്പർ ടേസ്റ്റ് അത്. കൊഴുക്കട്ട എന്ന് പറയത്തേ ഉള്ളോ? അല്ല കുഴക്കട്ടയാണ് പല രീതിയിലുണ്ട് കേട്ടോ. അത് ഇതെങ്ങനെയാന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ചെയ്യുന്നത്. ഇതാണ് സംഭവം. ഇതിനകത്തിന് എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നതെന്ന് നോക്കണം. ഓ അതാ കൊഴുക്കട്ട. ഇതാണ് കുഴക്കട്ട. കണ്ടോ? ഇത് നമ്മൾ മറ്റേ ഇലക്കകത്തൊക്കെ നമ്മൾ ഇന്ന് നമ്മുടെ 2ാം ദിവസമാണ്. തീർച്ചയായിട്ടും ഫാം ലൈഫ് ടൂർ. 2 ദിവസം പിന്നിടുന്നു. ഇതെല്ലാം കൂടി ഇങ്ങനെ എടുത്ത് ചെയ്ത് കൊള്ളാവും നോക്കിയിട്ട് എടുത്താ പോരെ? ഞാൻ എടുത്തോളാം. അറിയാതെ കഴിക്കുകയാണ്. ഇതന്നെ ഇഡ്ലിക്കൂട്ടം കാലിയായാലോ? ഒന്നും കാണുന്നില്ല. കാര്യമായെന്ന് വെച്ചാൽ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. ഇത് എങ്ങനെയുണ്ട് സംഭവം? അല്ല ഞാൻ ചോദിക്കട്ടെ, ഇത് ശരിക്കും ആരാ ഉണ്ടാക്കിയാരാ? ഇത് വാമഭാഗം ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഇത് കൊള്ളാമെന്ന് ചോദിക്കുന്നത്. അത് ചങ്ങനാശ്ശേരിക്കാരുടെ ഒരു ഗുണമാണത്. ടേസ്റ്റ് ഉണ്ടല്ലേ? ഒന്ന് കഴിച്ചു നോക്കിയിട്ട് പറ. സൂപ്പറാ അല്ലേ? വലിയ മധുരമില്ല. ശർക്കര, തേങ്ങ, ഏലക്ക ഒക്കെ ഉണ്ട്. ഗ്രാമ്പുണ്ടോ?